യേശുവിൽ പ്രിയരെ, നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണല്ലോ. ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ യേശുവുമായി ഒരു പടി കൂടി അടുത്ത് നല്ല നിലപാടുള്ള മനുഷ്യരായി ജീവിക്കുന്ന കാലഘട്ടമാണിത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റുവതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. ആ ഭവനം വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. നമ്മളൊക്കെ പാമ്പും കോണി കളിച്ചിട്ടുള്ളവരാണ്. ആ പാമ്പും കോണിയിൽ 98ാമതൊരു പാമ്പ് ഇരിപ്പുണ്ട്. നമ്മളൊക്കെ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ കളിച്ച് വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രംഗമുണ്ടല്ലോ. 97 എത്തുമ്പോഴത്തേനും നമ്മൾ അത്യുച്ച സ്ഥാനത്തെത്തി. എന്നാൽ 98ാമതിരിക്കുന്ന പാമ്പ് അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ അടിഭാഗം വരെ എത്തും. അത്രയും നേരം സ്വരുക്കൂട്ടിയ സന്തോഷങ്ങളും വിജയങ്ങളുമൊക്കെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയാണ്? നല്ല സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിച്ചു പോകുമ്പോഴായിരിക്കാം പൊടുന്നനെ വലിയൊരു ദുരന്തം നമ്മളെ തേടിയെത്തുക. വചനം പറയാൻ കാരണം ഇതാണ്. നിങ്ങൾ പലപ്പോഴും അടിത്തറ ഇട്ടിരിക്കുന്നത് അത് മണലിൽ മേലാണ്. എന്താ ഈ മണലെന്നൊക്കെ പറഞ്ഞാൽ, അതിങ്ങനെ പെട്ടെന്ന് ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ നിലനിൽപ്പില്ലാത്ത നിലപാടില്ലാത്ത ഒരു അടിത്തറയാണ് നമുക്കറിയാം. അതിന് ഉറപ്പില്ല. അതിൽ സിമെൻറ്റും മണലും അതിന് ചേർക്കേണ്ട ജലവും എല്ലാം മിശ്രിതമായിട്ട് അതിൻ്റെ അകത്ത് വരുന്നില്ല. മണൽ മാത്രമായിട്ടുള്ള കെട്ടുറപ്പില്ലാത്ത അല്ലെങ്കിൽ അതിന് പിടുത്തമില്ലാത്ത ഒരു നിലയാണ് അടിത്തറയാണ് മണലിൻ്റെ അടിത്തറ. സാധാ അടിത്തറകൾ പണിയുന്നത് എങ്ങനെയാണ്? കല്ലുണ്ട്, മണലുണ്ട്, സിമെൻ്റുണ്ട്, അതിന് വേണ്ട ജലം ചേർക്കുന്നു, അതിനെ നനച്ചു കൊടുക്കുന്നു. അതെല്ലാം ഒരു മിശ്രിതമാണ്. പല കാര്യങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ബലവത്തായിട്ടുള്ള നല്ല പിടുത്തമാണ് നല്ല വീടിൻ്റെ അടിത്തറ എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും ഇങ്ങനെയല്ലേ? പിടുത്തമില്ലാതെ നമ്മളിങ്ങനെ ചില സുഖങ്ങൾക്കും ചില നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ വചനത്തിൽ തന്നെ തുടക്കത്തിൽ ഇങ്ങനെ പറയുക, നിങ്ങളെ ഞാൻ അറിയില്ല. എന്തൊരു പരാജയപ്പെട്ട ഒരു വാചകമാണത്. അത്ര എളുപ്പമല്ല ഈശോയ്ക്ക് ആ വാചകം ബൈബിൾ എഴുതി വെക്കാൻ. ഓക്കെ, നിങ്ങളെ ഞാൻ അറിയില്ലെന്നൊരു അപ്പൻ മകനെ നോക്കി പറയുന്ന എപ്പോഴാണ്? നിന്നെ ഞാൻ അറിയില്ലടാ, നീ എവിടുന്ന? ആ മകനല്ലേ ഈ ഭൂമിയിൽ ഏറ്റവും പരാജയപ്പെട്ട മകൻ, അല്ലേ? അപ്പൻ ജന്മം കൊടുത്ത് വേണ്ട രീതിയിലെല്ലാം വളർത്തിക്കൊണ്ട് വന്ന് അവന് വിദ്യാഭ്യാസം കൊടുത്ത് അവന് 2 കാലിൽ നിൽക്കാനായി നല്ല ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ അപ്പൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ജീവിച്ചു തീർക്കുമ്പോൾ അപ്പൻ ഈ മകനെ നോക്കി പറയും, ഞാൻ നിന്നെ അറിയില്ല, നീ എവിടുന്ന? ഇത്രയും വലിയ പരാജയം ഒരു മകൻ്റെ ജീവിതത്തിൽ എവിടെയാണ് നമുക്കുണ്ടാകുക? അങ്ങനെയെങ്കിൽ ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുകളെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്, വചനം പറഞ്ഞു, രോഗം സൗഖ്യപ്പെടുത്തി, പക്ഷേ നിങ്ങളെ ഞാൻ അറിയില്ല. നിങ്ങൾ ചെയ്തത് എൻ്റെ നാമത്തിലാണെങ്കിലും നിങ്ങൾക്കൊരാഗ്രഹം നിങ്ങളെ നാമം പുകഴ്ത്തുക എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ആളുകൾ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ല, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതല്ലേ? നമ്മളിങ്ങനെ ഓടി നടക്കുന്നുണ്ട് എല്ലാത്തിനും. നമ്മൾ ഒത്തിരി ആളുകൾ അത്ഭുതം ചെയ്യുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, സൗഖ്യം നൽകുന്നുണ്ട്. പക്ഷേ ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരല്ല, എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അതുകൊണ്ടല്ലേ ഈശോനാഥൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവനെൻ്റെ പ്രിയപുത്രനായിരുന്നു എന്ന് പറയുന്ന വാചകത്തിന് ഒരിക്കൽ പോലും ഭംഗം വരുത്തിയിട്ടില്ല. പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്ത ക്രൂരമായ ഇടങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരുന്ന ഈശോ ഒരു വേള തൻ്റെ ഇഷ്ടത്തിലേക്ക് ചുരുങ്ങി. എപ്പോഴാണ്? രക്തം വിയർക്കുമാറ് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന പാടുവീടുകൾ അത് കഠോരമാണ്, വേദനാജനകമാണ്, അതുകൊണ്ട് ഇതെനിക്ക് മാറ്റിത്തരണമേ എന്നുള്ളത് അവൻ്റെ മാനുഷിക ബുദ്ധി കൊണ്ട് അവൻ്റെ പ്രാർത്ഥനയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈശോ പ്രാർത്ഥന മാറ്റി. എന്താ പ്രാർത്ഥിച്ചേ? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അപ്പാ, നിൻ്റെ ഇഷ്ടം. അപ്പൻ്റെ ഇഷ്ടം മകൻ ക്രൂരമായി കൊല്ലപ്പെടുക എന്നുള്ളതായിരുന്നു. ഈശോ പറഞ്ഞത്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ ആരും എൻ്റെ നാമത്തിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പിതാവ് ഈ രോഗം സഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്, സഹിച്ച മതിയോടെ. പ്രിയപ്പെട്ടവരെ, പിതാവ് നിങ്ങളെ ഈ പ്രതിസന്ധിയിലൂടെയാണ് കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിച്ചേ മതിയാവുള്ളൂ. ചില മരണങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നതെങ്കിൽ ആ മരണത്തിന് താഴ്വരയിൽ കർത്താവിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ മതിയാവുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവർ വേർപെട്ടു പോകുമ്പോൾ നമുക്ക് ആത്മീയ അധപതനമല്ല വരേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദൈവമേ നിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഒരുപടി കൂടി സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ കരുത്തുള്ള മനുഷ്യരായി തീരുക. ഇല്ലെങ്കിൽ നമ്മുടെ നിലപാടുകളെല്ലാം ഈ മണൽത്തരിയിൽ നമ്മൾ ഉണ്ടാക്കിയ ഭവനം പോലെയാണ്.
അത് മഴ പെയ്തു അല്ലേ, ചെറിയൊരു മഴ പെയ്താൽ മണത്തിരിക്ക് ബലമില്ലല്ലോ, ഉറപ്പൊന്നുമില്ല, പശയൊന്നും ചേർത്തിട്ടില്ലല്ലോ. ആ മഴ പെയ്താൽ അതങ്ങനെ അകന്നു പോകും. ഒരു കാറ്റ് ഒതിയാൽ അത് പറന്നു പോകും. വെള്ളപ്പൊക്കം ഉണ്ടായാൽ അത് ഒലിച്ചു പോകും. പിന്നെ അതിൻ്റെ മുകളിൽ നിൽക്കുന്നവരെല്ലാം ഇങ്ങനെ പാതാളത്തിലേക്ക് പോകും. അത് നമ്മുടെ വിശ്വാസത്തിന് കരുത്തില്ല എന്നുള്ളത്. ആത്മാവിന് കരുത്തില്ല. നമ്മൾ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്. ബുദ്ധിക്ക് കരുത്തുണ്ട്, അറിവിൽ കരുത്തുണ്ട്, നമുക്ക് സമ്പത്തിൽ കരുത്തുണ്ട്, നമുക്ക് സ്ഥാനമാനങ്ങൾ കരുത്തുണ്ട്, ആരോഗ്യത്തിൽ കരുത്തുണ്ട്. പക്ഷേ കരുത്തില്ലാതെ പോകുന്ന ആത്മാവിലാണ്. ഈ തലമുറയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് കൊലപാതകങ്ങൾ പെരുകുന്നതും ഇങ്ങനെ ഇത്രയും മേൽ തിന്മയാണ് ഞാൻ കഴിച്ചു കൂട്ടുന്നതെന്ന് അറിയാമെന്നിട്ടും ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോകുന്നതിന് കരുത്തില്ല. ആത്മാവിന് കരുത്തില്ല. നിലപാടെടുക്കാൻ, നല്ലൊരു നിലപാടിൽ നമുക്ക് ജീവിക്കാനുള്ള കരുത്തില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമുക്ക് വേണ്ടത് നേട്ടങ്ങളാണ്. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് ലാഭം, ഇങ്ങനെ ജീവിച്ചാൽ, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്കെന്ത് ലാഭം, ഞാൻ ഇത് കഴിച്ചാൽ എനിക്കെന്ത് കിട്ടും, ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. പക്ഷേ ആത്മാവിന് കരുത്ത്, നല്ല നിലപാട്, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഉറപ്പ് ഇല്ലേ. അതുകൊണ്ട് ഈ കല്ലും മണലൊക്കെ ചായ്ക്കുന്നത് പോലെ കർത്താവിൻ്റെ വചനവും നല്ല മാനുഷിക മൂല്യങ്ങളൊക്കെ ചാലിച്ച് നമ്മുടെ ആത്മാവിനെ കരുത്തുള്ളതാക്കി തീർക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് ചാടിക്കിട്ടുന്ന ഒരു ആത്മീയ ഒരു 3 ലെവലുണ്ട് നമ്മുടെ ജീവിതത്തിന്. 1, ആത്മാവിന് കരുത്തുണ്ടാകുക. 2, നല്ല മനുഷ്യരാവുക. 3-ാമതായിട്ട് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് നല്ല മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. യേശു ഒത്തിരി കാര്യം നമുക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് വെറുതെ കർത്താവേ, വെറുതെ നോമ്പൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നോമ്പ് നോക്കാൻ എളുപ്പം, ഇറച്ചിയും മീനൊക്കെ ഉപേക്ഷിക്കും. പക്ഷേ ആത്മാവിൻ്റെ വിഷയമാണ്. സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ, പിതാവിൻ്റെ ഇഷ്ടം അതെന്ത് തന്നെയാണ് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അത് നമ്മൾ നോക്കേണ്ടത്. ഒരു കർത്താവേ കർത്താവേ എന്ന് വിളിക്കാൻ എളുപ്പമാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ എളുപ്പമാണ്, പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. പക്ഷേ ആത്മാവിൻ്റെ ഒരു നോമ്പുണ്ട്. ആത്മാവിന് ഏറ്റെടുക്കേണ്ട ഒരു പരിവർത്തനങ്ങളുണ്ട്, ഒരു നിലപാടുണ്ട്. ആ നിലപാടിലേക്ക് വളരാനായിട്ട് ഈ നോമ്പ് കാലം ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുക. അപ്പോൾ നമ്മളൊക്കെ പാറപ്പുറത്ത് പണിത നല്ല ഭവനമാവും. ആർക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല. ഒരു ജീവിത പ്രതിസന്ധിയും നമ്മൾ തകർത്ത് കളയില്ല. ആത്മഹത്യക്ക് നമ്മൾ പോവില്ല, കൊലപാതകത്തിന് പോവില്ല, കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കില്ല, ആരോടും വഴക്കുണ്ടാക്കില്ല. നമുക്ക് നല്ല നിലപാടുണ്ടാവും. അങ്ങനെ വിശുദ്ധിയോടെ നന്മയോടെ ജീവിക്കാൻ ദൈവമേ കൃപയേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.